നമസ്കാരം. ഇന്ത്യയിലുള്ള മിക്ക ആരാധനാലയങ്ങളിലും ക്ഷേത്രങ്ങളിലും അവരുടേതായിട്ടുള്ള ഡ്രസ് കോഡ് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഡ്രസ് കോഡിനുള്ളിൽ നിന്ന് വസ്ത്രം ധരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. ചില ക്ഷേത്രങ്ങളിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഡ്രസ് കോഡ് നിലനിൽക്കുന്നുണ്ട്. അത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ്. കാരണം ഈ ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. ആ ക്ഷേത്രങ്ങളെ ചുറ്റിപ്പറ്റിയിട്ട് ഒരുപാട് ആചാര അനുഷ്ഠാനങ്ങളുണ്ട്. അപ്പോൾ ആ സംസ്കാരം സംരക്ഷിക്കണമെന്നുണ്ടെങ്കിലും ആ ആചാര അനുഷ്ഠാനങ്ങൾ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിലും ഇത്തരം ഡ്രസ് കോഡൊക്കെ ഉള്ളത് നല്ലത് തന്നെയാണ്. കാരണം നമ്മൾ ടൂറിസ്റ്റ് പ്ലേസിലേക്കൊന്നും അല്ലല്ലോ പോകുന്നത്, നമ്മൾ സ്പിരിച്വാലിറ്റിക്ക് വേണ്ടിയിട്ടാണ് അമ്പലങ്ങളിലേക്ക് പോകുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ പള്ളിയിലേക്ക് പോകുന്നത്. അപ്പോൾ വളരെ നന്നായിട്ട് വസ്ത്രം ധരിക്കുക, സംസ്കാരത്തിനുള്ളിൽ നിന്ന് വസ്ത്രം ധരിക്കുക എന്ന് പറയുന്നത് നല്ല കാര്യം തന്നെയാണ്. പബ്ലിക്കായിട്ട് നമ്മൾ എന്ത് ഡ്രസ്സ് വേണമെങ്കിലും ഇട്ടോട്ടെ, പക്ഷെ ഡ്രസ് കോഡ് നിലനിൽക്കുന്ന ക്ഷേത്രങ്ങളിൽ നല്ല രീതിയിൽ തന്നെ, അല്ലെങ്കിൽ ആ ഡ്രസ് കോഡിനുള്ളിൽ നിന്നുകൊണ്ട് വസ്ത്രം ധരിച്ച് ആൾക്കാർ പ്രവേശിച്ചാൽ മതി. എന്നാൽ സങ്കടകരമായിട്ടുള്ളൊരു വാർത്ത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രസ് കോഡൊക്കെ പണക്കാർക്ക് ബാധകമല്ല, പാവങ്ങൾക്ക് മാത്രമേ ഇത്തരം ഡ്രസ് കോഡുകൾ ബാധകമായിട്ടുള്ളൂ. കാരണം പണക്കാർ വരുമ്പോഴേക്കും ഈ ക്ഷേത്രത്തിലെ അല്ലെന്നുണ്ടെങ്കിൽ ഈ ആരാധനാലയങ്ങളിലെ ഭാരവാഹികൾ അങ്ങ് കമന്നങ്ങ് വീഴും. പാവപ്പെട്ടവനെ, സാധാരണക്കാരനെ അടിച്ചു തെളിച്ച് മാറ്റി നിർത്തുന്ന ഈ ക്ഷേത്ര ഭാരവാഹികൾ പണക്കാർ വരുമ്പോഴേക്കും കുമ്പിട്ട് കമന്നങ്ങ് വീഴും. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ട് ഡ്രസ് കോഡ് നിലനിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം. തിരുവനന്തപുരത്തുള്ള ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം നല്ല രീതിയിൽ സെക്യൂരിറ്റി ഉള്ള ഒരു ക്ഷേത്രമാണ് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം. അപ്പോൾ നമ്മൾ അവിടേക്ക് ചെല്ലുമ്പോൾ ഡ്രസ് കോഡ് വയലേഷൻ ഉണ്ടോ എന്ന് അവർ നോക്കും, നല്ലതുപോലെ നമ്മളെ പരിശോധിക്കും. എല്ലാ സെക്യൂരിറ്റി ചെക്കും കടന്നതിന് ശേഷം മാത്രമേ നമുക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സ്ത്രീകളാണെന്നുണ്ടെങ്കിലും പെൺകുട്ടികളാണെന്നുണ്ടെങ്കിലും പുരുഷന്മാരാണെന്നുണ്ടെങ്കിലും പാൻസും ജീൻസും ഒന്നും ധരിച്ചുകൊണ്ട് അകത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. സാരി, പിന്നെ സ്കേർട്ടും ടോപ്പും ചുരിദാറൊന്നും ഇട്ടുകൊണ്ട് അകത്തേക്ക് കടക്കാൻ പറ്റത്തില്ല. പാൻറ് ധരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് മുകളിലേക്ക് മുണ്ട് ധരിച്ചതിന് ശേഷം മാത്രമേ, മുണ്ടുടുത്തതിന് ശേഷം മാത്രമേ നമ്മളെ പ്രവേശിപ്പിക്കത്തുള്ളൂ. അത് സ്ത്രീകളാണെന്നുണ്ടെങ്കിലും പുരുഷന്മാരാണെന്നുണ്ടെങ്കിലും. ഈവൻ കൊച്ചു പിള്ളേരാണെന്നുണ്ടെങ്കിൽ 2-3 വയസ്സ് ഉള്ള ചെറിയ പിള്ളേരാണെന്നുണ്ടെങ്കിൽ പോലും ജീൻസോ പാൻറ്റോ ഇട്ടുകൊണ്ട് അകത്തേക്ക് കടത്തത്തില്ല, മുണ്ടുടുപ്പിക്കും. മുണ്ടുടുപ്പിച്ചതിന് ശേഷം മാത്രമേ അകത്തേക്ക് കടത്തി വിടത്തുള്ളൂ. എന്നാൽ ഞാൻ നിങ്ങളെ ഒരു കാഴ്ച കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ പിടികിട്ടും. ഹലോ, കണ്ടല്ലോ, ആരാണെന്ന് മനസ്സിലായല്ലോ. ഫേമസ് ആയിട്ടുള്ള സിനിമാ നടിയാണ് കാജൽ അഗർവാൾ. പുള്ളിക്കാരി ഭീമയുടെ നവീകരിച്ച ഷോറൂം ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ വന്ന സമയത്ത് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോയി വിസിറ്റ് ചെയ്തു. ഈ നവീകരിച്ച ഷോറൂം ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് പുള്ളിക്കാരി സാരിയൊക്കെ ഉടുത്ത് വളരെ ഭംഗിയായിട്ടാണ് പോയത്. പക്ഷേ ക്ഷേത്രത്തിൽ കയറാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ ഇട്ടേക്കുന്ന വസ്ത്രം കണ്ടു. എനിക്ക് ആ വസ്ത്രത്തിൽ ഒരു കുഴപ്പവും ഇല്ല, എനിക്ക് കാജലിനോടും ഒരു ദേഷ്യവും ഇല്ല. പക്ഷേ നമ്മൾ സാധാരണക്കാരെങ്കിലും, പണമില്ലാത്ത പാവപ്പെട്ടവൻ ആരെങ്കിലും ആണ് ഈ ഒരു വസ്ത്രം ധരിച്ച് അവിടെ ചെല്ലുന്നത് എന്നുണ്ടെങ്കിൽ അവിടേക്ക് കടത്തി വിടുവോ? ഈ ടീഷർട്ട് ഇട്ട് അല്ലെന്നുണ്ടെങ്കിൽ മണ്ടയ്ക്കൂടെ ജീൻസ് ഒക്കെ ഇട്ട് നമ്മളെ ഒരിക്കലും അകത്തേക്ക് കടത്തി വിടത്തില്ല. മാത്രമല്ല മുണ്ടുടുത്തിട്ടുണ്ട് പുള്ളിക്കാരി, ജീൻസിന് മുകളിലേക്ക് മുണ്ടുടുത്തിട്ടുണ്ട്. ആ മുണ്ട് വൃത്തിയായിട്ട് പോലും അല്ല ഉടുത്തേക്കുന്നത്. ഇനി കയ്യിലിരിക്കുന്ന കുട്ടിയും ജീൻസാണ് ഇട്ടേക്കുന്നത്. കുട്ടിയുടെ മുകളിലേക്ക് വെറുതെ ഒന്ന് പുതച്ചുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. ഞാൻ നിങ്ങളൊരു കമന്റ് കാണിച്ചു തരാം. ഈ കമന്റ് നോക്കിക്കേ. ഈ കമന്റ് ഈ വീഡിയോയുടെ അടിയിൽ വന്ന കമന്റാണ്. ഈ കമന്റിൽ ഒരാൾ പറഞ്ഞേക്കാണ്, എൻ്റെ മകൻ, 1 വയസ്സുള്ള എൻ്റെ മകനെ പോലും അകത്തേക്ക് കടത്തിയപ്പോൾ ജീൻസ് ഊരിയിട്ട് മുണ്ടുടുപ്പിച്ചിട്ടാണ് അകത്തേക്ക് കടത്തിയെന്ന്. കാജലിന് എന്താ ഇതൊന്നും ബാധകമല്ലേ? ഈ നിയമങ്ങളൊക്കെ എല്ലാവർക്കും ബാധകമാണ്. ദൈവം എന്ന് പറയുന്നത് ആരുടെയും സ്വത്തല്ല. ദൈവത്തിന് മുമ്പിൽ എല്ലാവരും സമന്മാരാണ്. അതിപ്പോൾ ബിസിനസ്സുകാരാണെന്നുണ്ടെങ്കിലും വലിയ വലിയ കൂടിയ പണക്കാരാണെങ്കിലും, ഇപ്പോൾ അംബാനിയെ പോലുള്ള കൂടിയ പണക്കാരാണെന്നുണ്ടെങ്കിലും, സിനിമാ നടന്മാരാണെന്നുണ്ടെങ്കിലും നടിമാരാണെന്നുണ്ടെങ്കിലും ദൈവത്തിന് മുമ്പിൽ എല്ലാവരും സമന്മാരാണ്. ഇവനൊരു പുഴു പോലും ദൈവത്തിന് മുമ്പിൽ സമന്മാരാണ്. ഇങ്ങനെയാണല്ലോ നമ്മൾ പഠിച്ചേക്കുന്നത്, ഇങ്ങനെയാണല്ലോ നമ്മുടെ സംസ്കാരം, ഭാരത സംസ്കാരം അല്ലെന്നുണ്ടെങ്കിൽ ഹിന്ദുയിസത്തിന്റെ സംസ്കാരം തന്നെ ഇതാണല്ലോ. എല്ലാവരും സമന്മാരാണ്, എല്ലാവരും ഒരുപോലെയാണ്, തൂണിലും തുരുമ്പിലും കല്ലിലും പുല്ലിലും എല്ലാത്തിലും ദൈവമുണ്ട്, എല്ലാത്തിനും ഒരേപോലെ അല്ലെങ്കിൽ ഒരേ പരിഗണനയാണെന്ന്. പിന്നെ എന്തുകൊണ്ടാണ് ഈ വിവേചനം കാണിക്കുന്നത്? പണം ഉള്ളത് കൊണ്ടാണോ? ഇത് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് എന്ന് എനിക്ക് തോന്നി.
കാരണം നമ്മളെപ്പോലുള്ള പാവപ്പെട്ടവര് ഇപ്പോൾ വലിയ ക്ഷേത്രങ്ങൾ, ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രങ്ങൾ, ഗുരുവായൂർ അമ്പലം, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, ഈ ക്ഷേത്രങ്ങളിലൊക്കെ പ്രവേശിക്കുമ്പോൾ മണിക്കൂറുകൾ ക്യൂ നിന്ന്, 4-5 മണിക്കൂർ ക്യൂ നിന്ന് ഒന്ന് ദർശനത്തിന് വേണ്ടിയിട്ട് അകത്തേക്ക് കടക്കും. അവിടെ ചെന്ന് നിന്ന് ഒരു സെക്കൻഡ് നമുക്ക് ഭഗവാനെ കാണാൻ പറ്റത്തില്ല. അപ്പോഴേക്കും നമ്മളെ തള്ളി നീക്കും. എന്തൊരു വിവേചനമാണ് കാണിക്കുന്നതെന്ന് അറിയാമോ? അപ്പൊ നമുക്ക് പറയാം എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ടല്ലേ എന്ന്. പക്ഷേ ഏതെങ്കിലും ഒരു പണക്കാരൻ എങ്ങാനും അതുവഴി വന്നു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു തലക്കനം കൂടി ആരെങ്കിലും അതുവഴി വന്നു കഴിഞ്ഞാൽ, ഒരു സിനിമാ നടനോ സിനിമാ നടിയോ ബിസിനസ്സുകാരോ പണക്കാരോ വന്നു കഴിഞ്ഞാൽ അവന് മണിക്കൂറുകൾ വേണമെങ്കിലും അതിന് മുമ്പിൽ പോയി നിൽക്കാം. അതെവിടുത്തെ വിവേചനമാണ്? ഈവൻ നമുക്ക് ഈ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ അതുപോലുള്ള സെക്യൂരിറ്റി വേണ്ട, പ്രോട്ടോകോൾ അനുസരിച്ച് സെക്യൂരിറ്റി കൊടുക്കേണ്ട ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ഷമിക്കാം. കാരണം നമ്മൾ തിരഞ്ഞെടുത്ത റെപ്രസെന്റേറ്റീവ്സ് ആണ്, അവരുടെ സുരക്ഷ എന്ന് പറയുന്നത് നമ്മളും കൂടി നോക്കണം. അപ്പൊ പ്രധാനമന്ത്രി വരുമ്പോഴോ പ്രസിഡന്റ് വരുമ്പോഴോ മന്ത്രിമാർ വരുമ്പോഴോ ഒക്കെ നമുക്കത് സഹിക്കാം. പക്ഷെ ഇവരുടെ കാര്യത്തിൽ നമ്മൾ എന്തിനു സഹിക്കണം? സിനിമാ നടന്മാരെന്താ, അവരുടെ കയ്യിൽ പൈസ ഉണ്ട് എന്ന് വെച്ചിട്ട് നമ്മൾ അവരെ സഹിക്കേണ്ട കാര്യമുണ്ടോ? ഈ ക്ഷേത്രങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഈ ക്ഷേത്രങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടേതാണ്. അവിടെ ഇരിക്കുന്ന ദൈവം ആരുടെ സ്വത്തല്ല. ഈ ക്ഷേത്രങ്ങളുടെ ഇപ്പം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പണിഞ്ഞത് പണ്ട് രാജാക്കന്മാർ പണിഞ്ഞതായിരിക്കാം. പക്ഷേ ഇതിനൊക്കെ വരുന്ന പൈസ എവിടുന്നാണ്? ഈ ക്ഷേത്രങ്ങളിലേക്കൊക്കെ വരുന്ന പൈസ ആരുടെ കയ്യിൽ നിന്നാണ്? ഭക്തജനങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന പൈസയാണല്ലോ. അപ്പോൾ അവിടെ വിവേചനം കാണിക്കുക എന്ന് പറയുന്നത് ഒട്ടും ശരിയായിട്ടുള്ള ഒരു പരിപാടിയല്ല. കാജലിന്റെ ചുറ്റും നടക്കുന്നുണ്ട് ക്ഷേത്ര ഭാരവാഹികൾ. അതേസമയം ഇവരെങ്ങനെയാണ് സാധാരണക്കാരോട് പെരുമാറുന്നത്? ഉന്തിയും തള്ളിയും നീക്കും. അവരോട് വെറും പുച്ഛത്തോടു കൂടിയിട്ടാണ് പലപ്പോഴും ഈ ക്ഷേത്ര ഭാരവാഹികൾ പെരുമാറാറുള്ളത്. അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. പലതവണയും വിഷമം തോന്നിയിട്ടുണ്ട്, സങ്കടം തോന്നിയിട്ടുണ്ട്. നമ്മൾ ദൂരത്തു നിന്നൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്, ക്ഷേത്രം ദർശിക്കാൻ വേണ്ടിയിട്ട് വരുമായിരിക്കും. നമ്മളുടെ അടുത്ത് വളരെ വിവേചനത്തോടു കൂട്ട് പുച്ഛത്തോടു കൂട്ട് കാണും. നമ്മളെയൊക്കെ തള്ളി നീക്കും. ഒരു സെക്കൻഡ് ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് സമ്മതിക്കത്തില്ല. അവർ തള്ളി നീക്കും. ഇത് മര്യാദകളല്ലേ? എല്ലാവർക്കും ബാധകമാണ്. ആ ക്ഷേത്രത്തിൽ വസ്ത്രത്തിന് ഒരു പ്രത്യേക ഡ്രസ് കോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഡ്രസ് കോഡ് എല്ലാവരും ഫോളോ ചെയ്യണം. ആ ഡ്രസ് കോഡ് ഇടാതെ വരുന്നത് ഏത് കൊലകൊമ്പനാണെന്നുണ്ടെങ്കിലും അകത്തേക്ക് കടത്തിവിടരുത്. അതാണ് ചെയ്യേണ്ടത്. അതാണ് മാന്യത. അപ്പൊ ക്ഷേത്രങ്ങളിൽ വിവേചനം കാണിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ആരാധനാലയങ്ങളിൽ വിവേചനം കാണിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. സമൂഹത്തിൽ പല സ്ഥലങ്ങളിലും വിവേചനം നിലനിൽക്കുന്നുണ്ടാകും, പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടാകും. പക്ഷേ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ഒരു വിവേചനവും ഇല്ലാതെ എല്ലാവരെയും ഒരേപോലെ കാണേണ്ട സ്ഥലമാണ്. അപ്പോൾ ആ സംസ്കാരമായിരിക്കണം നമ്മൾ കുട്ടികളിലേക്കും പകർന്നു കൊടുക്കേണ്ടത്. പക്ഷേ വളരെയധികം സംസ്കാരം പ്രസംഗിക്കുന്ന, ഭാരതീയ സംസ്കാരത്തിൽ അഭിമാനം കൊള്ളുന്ന, ഹിന്ദു സംസ്കാരത്തിൽ അഭിമാനം കൊള്ളുന്ന പല ആൾക്കാരും ഈ സംസ്കാരത്തെ ഈ രീതിയിലാണ് കാണുന്നത്. ഇതിനെതിരെ ചോദ്യം ചെയ്യണ്ടേ? ഹിന്ദുക്കളായിട്ടുള്ളവർ തന്നെ ഇതിനെതിരെ ചോദ്യം ചെയ്യണം. കാരണം ഈ കാണിച്ചിരിക്കുന്നത് വൃത്തികേടാണ്. ഞാൻ ഒരു വ്യക്തിയുടെ കാര്യം എടുത്തു വെച്ച് പറഞ്ഞത് ഇതെന്റെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ്. പലപ്പോഴും ഇതേ പരിപാടിയാണ് കാണിക്കുന്നത്. ഞാൻ മന്ത്രിമാരുടെയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളുടെയോ കാര്യമൊന്നും പറയുന്നില്ല. മന്ത്രിമാർ വരുമ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ വരുമ്പോൾ അവർക്ക് സെക്യൂരിറ്റി കൊടുക്കേണ്ടത് കൊണ്ട് മറ്റുള്ളവർ മാറിക്കൊടുക്കണം. അത് നമുക്ക് എങ്ങനെയെങ്കിലും സഹിക്കാം. പക്ഷെ ഇവരുടെ കാര്യത്തിലൊന്നും നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. ബിസിനസ്സുകാരാണെന്നുണ്ടെങ്കിലും ഏത് സിനിമാ നടിയാണെന്നുണ്ടെങ്കിലും സിനിമാ നടനാണെന്നുണ്ടെങ്കിലും മറ്റുള്ളവരുടെ ഒപ്പം ക്യൂ നിന്ന് ദൈവത്തെ കാണട്ടെ. നമ്മൾക്ക് ക്യൂ നിൽക്കാന്നുണ്ടെങ്കിൽ, സാധാരണക്കാരന് ക്യൂ നിൽക്കാന്നുണ്ടെങ്കിൽ അവർക്കും ക്യൂ നിൽക്കാം. ദൈവത്തിന് മുമ്പിൽ എല്ലാവരും സമന്മാരല്ലേ? പിന്നെ എന്തിനാണ് ഈ വിവേചനം? ഈ ചോദ്യത്തിനുള്ള ഉത്തരം മറ്റുള്ളവരാണ് തരേണ്ടത്, നമ്മളല്ല. നമ്മൾ പാവപ്പെട്ടവരാണല്ലോ, നമ്മൾ സാധാരണക്കാരാണല്ലോ, നമ്മളാണ് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്. ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ ക്ഷേത്രത്തിൻ്റെയൊക്കെ ഭാരവാഹികളായിട്ടിരിക്കുന്ന ഈ ആൾക്കാർ തരണം. പണം കാണുമ്പോഴേക്കും, പ്രശസ്തി കാണുമ്പോഴേക്കും അങ്ങ് കമന്നങ്ങ് വീഴുവാണ്.